അങ്ങനെ നമ്മളെ ടീം ഇന്ത്യ 4 കളിയിൽ 4 എണ്ണവും ജയിച്ചിട്ട് സൂപ്പർ 8-ൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥേനെ പറ്റി കുറച്ച് വർത്താനം പറയാം. 4-4 ജയിച്ചിട്ടാണ് സൂപ്പർ 8-ൽ എത്തുന്നതെങ്കിലും എന്തോ ഏടിയോ ഒരു തകരാറുള്ള പോലെയുണ്ട്. ഇത് പാകിസ്ഥാനോടുള്ളൊരു കളി ഒഴിച്ച് വെച്ചാൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ ഇന്ത്യേനെ അല്ല നമ്മൾ ഇതുവരെയുള്ള എല്ലാ മാച്ചിലും കണ്ടത്. ജയിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട്, കളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേങ്കിൽ കഴിഞ്ഞ നമ്മൾ ODI വേൾഡ് കപ്പ് പോലെയോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ T20 വേൾഡ് കപ്പിലോ പോലെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് നമ്മളെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി നമ്മളെ ബാറ്റ്സ്മാൻമാരെ പറ്റി പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ഓപ്പണർ ഇഷാൻ കിഷൻ ചങ്ങായിൻ്റെ റോള് വളരെ കൃത്യമായിട്ട് വന്ന് ചെയ്തിട്ട് പോകുന്നുണ്ട്. ആരും അറിയാണ്ട് ആരും പ്രതീക്ഷിക്കാണ്ട് ടീമിലേക്ക് വരുന്ന് നമ്മളെ ഓപ്പണിങ്ങിൽ സ്ഥാനം ഉറപ്പിക്കുന്ന നല്ല മാച്ച് നല്ല പെർഫോമൻസ് ചെയ്യുന്നു പോകുന്നു ഇഷാൻ കിഷൻ. ഓക്കെ, പിന്നെ നമ്മൾ അഭിഷേക് 14 ബോളിൽ 50 എടുത്തിട്ടാണ് ചങ്ങായി വേൾഡ് കപ്പിലേക്ക് വരുന്നത്. പക്ഷേ വേൾഡ് കപ്പിൽ കളിച്ച 3 കളിയിലും ഡക്ക്, അതിലൊന്നിൽ ഗോൾഡൻ ഡക്ക്. കാര്യം ഇന്ത്യൻ ടീമിൽ അയാളെ റോൾ അങ്ങനെയാണ്. ആദ്യത്തെ ബോൾ തൊട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങുക, ഔട്ടായാൽ ആദ്യത്തെ ഓവർ തന്നെ അങ്ങ് പോവും. ഒരു 6 ഓവർ നിന്ന് കിട്ടിയാൽ കളി വൺ സൈഡ് ആവും. അതാണ് ചങ്ങായിൻ്റെ റോള്. എന്നിരുന്നാലും എല്ലാ കളിയിലും ബോളിംഗ് ടീമിൻ്റെ ഒരേ പ്ലാനിൽ ഔട്ടാവുമ്പോഴാണ് എന്തോ ഒരു തകരാറില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവുക. ഏത് ബോളിംഗ് ടീം അത് ഇപ്പം കഴിഞ്ഞ ടീമായാലും ഫസ്റ്റ് ഓവർ തന്നെ ഓഫ് സ്പിന്നറെ വെച്ച് എറിയിച്ചിട്ട് അഭിഷേകിൻ്റെ വിക്കറ്റ് സിമ്പിളായിട്ട് എടുക്കുക എന്നുള്ളൊരു പ്ലാനാണ് എല്ലാ ടീമും സെറ്റ് ചെയ്തിട്ടുള്ളത്. അഭിഷേക് അതിൽ കൃത്യമായിട്ട് പോയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അഭിഷേക് ശർമ്മേനെ പോലത്തെ ഒരു ക്വാളിറ്റി പ്ലെയർക്ക് ആ ഒരു ടച്ചും കോൺഫിഡൻസും തിരിച്ച് കിട്ടേണ്ട ആ ഒരു താമസമേ ഉള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഇപ്പം അടുത്ത് ഹോസ്പിറ്റലൈസ്ഡ് എല്ലായി പിന്നെ തിരിച്ചു വന്നതിലല്ലേ. അപ്പോൾ സൂപ്പർ 8-ൽ നമുക്ക് നമ്മളെ പണ്ടത്തെ അഭിഷേക് ശർമ്മേനെ തന്നെ കാണാൻ പറ്റും. കാണാൻ പറ്റിയാലേ ഇന്ത്യക്ക് ആ ഡോമിനൻസ് സൈഡ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മളെ തിലക് വർമ്മ എപ്പോൾ ഒരു കോയിൻ്റെ 2 സൈഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു പ്ലെയറാണ്. ഒന്നുകിൽ ഒരു നല്ല ക്ലച്ച് ഇന്നിങ്സിൽ, ഇല്ലെങ്കിൽ കളി അങ്ങ് സ്റ്റക്കാക്കി കളയും. അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കളീൻ്റെ ആ ഒരു ഫ്ലോ തിലക് വർമ്മ മുട്ടി കളഞ്ഞ കളി. ഒരു പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിൽ തിലക് പറയുന്നുണ്ടായി ഓൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ സൂര്യൻ്റെ ഒപ്പരം നിന്ന് ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കളീൻ്റെ ലാസ്റ്റ് വരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഓൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് പ്രശ്നം. തിലക് വർമ്മ എപ്പോൾ എക്സൽ ചെയ്യുന്നത് ആ ഒരു ഫ്രീ ഫ്ലോയിങ് സ്റ്റേറ്റിലുള്ളപ്പോൾ, അതായത് തൻ്റെ വിക്കറ്റ് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ച് സിംഗിൾ ഇടുന്നില്ല. അതാണ് പ്രശ്നം. സിംഗിൾ ഇട്ട് സ്ട്രൈക്ക് കൊടുക്കാണ്ട് ബോൾ വെറുതെ ഡോട്ട് ബോളാക്കി കളയുന്നു. അതൊഴിവാക്കി ബൗണ്ടറീസ് അടിക്കുന്നതിലാണ് തിലകിൻ്റെ ആ ഒരു പ്ലസ് പോയിൻ്റ് അവിടെയാണ്. ഈസി ആയിട്ട് ബൗണ്ടറീസ് കണ്ടെത്തുക. അതിന് ശ്രമിച്ച് വിക്കറ്റ് പോയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ തിലകിന് സിമ്പിളായിട്ട് കളി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേങ്കിൽ ഈ മീഡിയേൻ്റെ പ്രഷറാണെന്നോ ഇടക്കിടക്ക് കാണിക്കലുണ്ട് കോഹ്ലിൻ്റെ ഒരു റോളാണ് തിലക് ചെയ്യേണ്ടത്, അടുത്ത കോഹ്ലി ആങ്കറിങ് തിലകാണ്, ഇതെല്ലാം ഒഴിവാക്കി നിർത്തിയിട്ട് ആ ഒരു കാലിബറുള്ള പ്ലെയർ തൻ്റെ പോസിറ്റീവ് സൈഡ് എന്നാന്ന് ബൗണ്ടറി കണ്ടെത്തൽ. അപ്പോൾ ആ ഒരു ഇൻറ്റൻറ്റിൽ കളിക്കുക. അങ്ങനെ ആകുമ്പോൾ തിലകിന് കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിളായിട്ട് കുറച്ചും കൂടി ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ഫ്രീ ഫ്ലോയിങ് സ്റ്റേറ്റിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ നമ്മളെ ഡോമിനൻസിയിൽ സെക്കൻഡ് ഫാക്ടർ ആവാൻ തിലകിന് പറ്റും. ടീം ഒരു തകർച്ചയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു 3-4 വിക്കറ്റ് പെട്ടെന്ന് പോകുമ്പം ഇങ്ങനെ കളിക്കുന്നത് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്പർ 8 വരെ ബാറ്റിംഗ് ഡെപ്തുള്ള ഒരു ടീമിൽ ഇങ്ങനെ അസോസിയേറ്റ് ടീമിൻ്റെ ഒപ്പരം അല്ലെങ്കിൽ അസോസിയേറ്റ് നേഷൻ്റെ ഒപ്പരം കളിക്കുമ്പോൾ ഈ ഒരു ഇതിൽ കളിക്കേണ്ട കാര്യമില്ലല്ലോ. പണ്ട് സഞ്ജു കളിച്ച പോലെ പേടിച്ച് കളിക്കുന്ന പോലെ ഒരു ഇന്നിങ്സാണ് തിലക് കളിക്കുന്നത്. ഇനി നമ്മളെ ക്യാപ്റ്റൻ സൂര്യ ആദ്യത്തെ കളിയിൽ തന്നെ USA-ൻ്റെ ഒപ്പരം നമ്മളൊരു നാണക്കേടുന്ന നല്ലൊരു ഇന്നിങ്സ് കളിച്ച് രക്ഷിച്ച ആളാണ് സൂര്യ. പിന്നത്തെ കളിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു നല്ല ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ പോകുമ്പോഴേക്ക് പെട്ടെന്ന് ഔട്ടായിപ്പോയി. ഭാഗ്യക്കേട് തന്നെ പറയാം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യക്ക് ആദ്യം കുറച്ച് സിംഗിളെല്ലാം എടുത്ത് ആ ഒരു ടച്ചായി വന്ന് മെല്ലെ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് ലാസ്റ്റ് വരെ നിൽക്കുന്നതായിരിക്കും ഇന്ത്യക്ക് ബെറ്റർ. കാരണം സൂര്യ എന്ന് പറയുന്ന ഒരു പ്ലെയർക്ക് ആദ്യം ഒരു സ്ലോ സ്റ്റാർട്ട് ആണെങ്കിലും പിന്നെ അങ്ങോട്ട് ഈ സ്ലോ സ്റ്റാർട്ടിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. നല്ലോണം ബൗണ്ടറി കണ്ടെത്തിയിട്ടും നല്ല സിക്സുകൾ ഹിറ്റ് ചെയ്തിട്ടും. അപ്പോൾ സൂര്യ ഈ ഒരു ആങ്കറിങ് റോൾ ചെയ്ത് പിന്നെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യക്ക് ഈ സമയത്ത് ബെറ്റർ. പിന്നെ നമ്മളെ 6 ഹിറ്റർ ശിവം ദുബെ, ആർച്ചാമി,
കിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലെ ഇപ്പോഴത്തെ റിലയബിൾ ബാറ്റർ. കുറേ ഇന്നിങ്സ്, അതായത് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നടന്ന എല്ലാ ഇന്നിങ്സിലും ദുബൈൻ്റെ ആ ഒരു പങ്ക് നമ്മൾ നോക്കി അങ്ങനെ തന്നെ ഉണ്ടാവും. ടീം ഒരു പ്രതിസന്ധി ഘട്ടം അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വരുമ്പം ദുബൈ വരുന്നു, ആദ്യം മെല്ലെ സ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ബൗണ്ടറി കണ്ടെത്തുന്ന ടീമിനെ രക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തിലകിനും സൂര്യക്കും ഇത്ര ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് കളിക്കേണ്ട കാര്യമില്ല എന്ന് ഇപ്പം തോന്നുന്നു. കാരണം ടീം ഒരു 10 ഓവറിൽ ഒരു 5 വിക്കറ്റ് പോയാലും പിന്നെ ദുബൈയും വേറെ ആരെങ്കിലും ജസ്റ്റ് അപ്പുറം ഒന്ന് ആങ്കർ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് ദുബൈ നല്ലോണം കളിക്കുന്നൊരു പ്രതീക്ഷ ഇപ്പം നമുക്കുണ്ട്. റിങ്കു സിംഗ് ആദ്യം ഒന്ന് പതറിയിട്ടുണ്ടെങ്കിലും പിന്നെ വന്നിട്ട് ലാസ്റ്റത്തെ ഓവറിൽ വന്ന് ഒരു 2-3 സിക്സ് അടിച്ചിട്ട് പോകുന്ന ഈ റിങ്കുവിനെയാണ് നമ്മളെ മിസ് ചെയ്തതും നമ്മളെ ടീമിന് ഇപ്പം ഏറ്റവും ആവശ്യം. നമ്മളെ ഫിനിഷിങ് ഒന്ന് എന്താ പറയുക ബാക്കോട്ടേക്ക് വരുന്നതെന്നുള്ള രീതിയിൽ വന്നേരാണ് റിങ്കു ഇപ്പോൾ ആദ്യം ചങ്ങായിൻ്റെ ഫോം കണ്ടെത്തിയിട്ടുണ്ട്. ദുബൈയും റിങ്കും ഇപ്പോൾ കളിക്കുന്ന പോലെ തന്നെ കളിക്കുക. ദുബൈനെ റിങ്കു റണ്ണൗട്ട് ആക്കാണ്ട് എന്നാമ ഇറങ്ങിയിട്ട്. പിന്നെ ഫീൽഡിങ്ങിലും റിങ്കു ആണ് ഇപ്പം നമ്മളെ ഏക റിലയബിൾ ഫീൽഡർ. ബാക്കി എല്ലാവരും ചറപറ ക്യാച്ച് മിസ്സാക്കുമ്പോൾ റിങ്കു ഓടി നടന്നിട്ട് ക്യാച്ച് എടുക്കുന്നുണ്ട്, സ്കോർ തടയുന്നുണ്ട്, റണ്ണൗട്ടിന് ചാൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹാർദിക് നോലുക് ഓറ പാണ്ഡ്യ, ഒരു കുങ്ഫു പാണ്ഡ്യ ഇന്നിങ്സ് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഈ ചങ്ങായിക്ക് ബാറ്റിങ്ങിൽ തിളങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബോളിങ്ങിൽ തിളങ്ങിക്കോളും. അപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റിൽ ചങ്ങായി കളിക്കുന്നതുകൊണ്ട് തന്നെ പാണ്ഡ്യൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇന്നും വലിയ ടെൻഷനില്ല. പിന്നെ നമ്മളെ അക്സർ പട്ടേൽ ഇതുവരെ ബാറ്റിങ്ങിൽ അത്ര വലിയൊരു റോള് കിട്ടിയിട്ടില്ലെങ്കിലും ടീം ഒരു തകർച്ചയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ റിലേ ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ് നമ്മളെ അക്സർ പട്ടേൽ. ഇനി നമ്മൾ ബോളിങ്ങിലേക്ക് വരാം. സത്യം പറഞ്ഞാൽ ബോളിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൈച്ചലായിട്ട് പോകുന്നത്. എല്ലാ കളിയിലും നമ്മളെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് രക്ഷിച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ഓൾറൗണ്ടേഴ്സായ പാണ്ഡ്യ ആയാലും ദുബൈ ആയാലും നമ്മളെ മെയിൻ ബോളേഴ്സ് ബുംറ ആയാലും വരുൺ ആയാലും അർഷ്ദീപ് ആയാലും ആദ്യം കളിച്ച സിറാജ് ആയാലും കുൽദീപ് ആയാലും എല്ലാവരും നല്ലൊരു ടച്ചിലുള്ള നല്ലൊരു ഫോമിലുള്ള, പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തി. നമ്മളെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചക്രവർത്തി ഇപ്പോൾ ആ ചങ്ങായിയാണ്. ബുംറേനെ കാട്ടിയും നമ്മളെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ ടീം ഡിപ്പെൻഡ് ചെയ്യുന്നത് വരുൺ ചക്രവർത്തിനോടാണ്. പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല, ചങ്ങായിക്ക് ആ 4 ഓവർ നമ്മളെ ക്യാപ്റ്റൻ കൊടുക്കുന്നില്ല. ആ ചങ്ങായിക്ക് 4 ഓവർ ഒരു കളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 2-5 വിക്കറ്റ് വെച്ചിട്ട് ഒരു കളിയിൽ കിട്ടേണ്ട സമയം ആയി. അപ്പോൾ നമ്മളെ ബോളിംഗ് ഇതേപോലെ തന്നെ അങ്ങ് മുമ്പോട്ടേക്ക് പോട്ടെ. ഫീൽഡിങ് കുറച്ചും കൂടി ബെറ്റർ ആവാനുണ്ട്, ബാറ്റിങ്ങിൽ നല്ലോണം ബെറ്റർ ആവാനുണ്ട്. ആ ഒരു ഡോമിനൻ്റ് ഇന്ത്യനെ നമുക്ക് കാണിക്കൽ നമ്മൾ ബാറ്റിങ്ങിലെ ബാറ്റേഴ്സ് ആ പേപ്പറിലുള്ള ആ ഒരു ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ സൂപ്പർ 8 നമ്മൾ സിമ്പിളായിട്ട് എല്ലാ കളിയും ജയിച്ചിട്ട് തന്നെ പോകും. ഇനി ഫോം ഔട്ടിലുള്ള അഭിഷേകിനെയും എല്ലാ എന്താ പറയുക കളി സ്ലോ ആക്കുന്ന തിലകിനെയും മാറ്റി നമ്മൾ സഞ്ജു വരുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സാധാരണ രീതിയിൽ ഒരു പ്ലേയിങ് 11 സെറ്റായി കഴിഞ്ഞാൽ ഇതേപോലൊരു ടൂർണമെൻറ്റിൽ സൂപ്പർ 8ൻ്റെ എന്താ പറയുക ഒരു സമയത്തൊന്നും ഒരു ചേഞ്ച് വരുത്താത്തതാണ്. പക്ഷേങ്കിൽ അഭിഷേകിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളും തിലകിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പം സഞ്ജുവിന് ചെറിയൊരു ചാൻസ് ഉണ്ട്. കാരണം ടോപ്പ് ഓർഡറിലെ 4 ബാറ്റ്സ്മാൻമാർ ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. കിഷൻ, അഭിഷേക്, തിലക്. ദുബൈ കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ദുബൈയും അതിലേക്ക് വരും. അപ്പോൾ സഞ്ജുവിനുള്ള ഒരു പോസിറ്റീവ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ചങ്ങായി ഒരു റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാനാണ്. അതേപോലെ തന്നെ ഓപ്പണിങ്ങിലും ഇറക്കാൻ പറ്റും, 1 ഡൗണിലും ഇറക്കാൻ പറ്റും, നമ്പർ 4ലും ഇറക്കാൻ പറ്റും. പക്ഷേ സഞ്ജുവിനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാൻസിൽ പിടിച്ച് കയറണം. ഇത്രയും നാളത്തെ പോലെയല്ല, ഇനി കിട്ടുന്നുണ്ടെങ്കിൽ ഒറ്റൊരു കളി, അതായത് ഇപ്പം നമ്മളെ സൂപ്പർ 8ലെ ആദ്യത്തെ 2 കളി ജയിച്ച് പിന്നെ ഒരു കളിയിൽ ചാൻസ് കിട്ടാനാണ് കൂടുതൽ സാധ്യത. അഭിഷേക് ശർമ്മേൻ്റെ ഈ ഫോം ഔട്ട് പാച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തിലകിൻ്റെ ഈ ഒരു സ്ലോ ഇന്നിങ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും ചാൻസ് കിട്ടുക. അല്ലാണ്ട് ആദ്യത്തെ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള കളിയിൽ തന്നെ സഞ്ജുവിനെ പരീക്ഷിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും ചാൻസ് കിട്ടുമ്പോൾ മുതലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വേൾഡ് കപ്പിൽ സഞ്ജുവിനെ കളിക്കാൻ പറ്റും. അന്നത്തെ നമ്മളെ നമീബിയൻ്റെ ഒപ്പമുള്ള ഇന്നിങ്സിൽ നല്ല കളിയാണെന്ന് കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിലും സഞ്ജുവിൻ്റെ ആ ഒരു ടച്ച് ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു എന്താ പറയുക സ്റ്റാൻസ് ആയാലും ആ മുഖത്തുള്ള കോൺഫിഡൻസ് ആയാലും അത് ഇതുവരെ വന്നില്ല. പക്ഷേ നെറ്റ്സിൽ സഞ്ജു അടിച്ച് പൊളിക്കുന്നുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ട് മൊത്തം. ബുംറേനെ അടിക്കുന്നുണ്ട്, വരുണിനെ അടിക്കുന്നുണ്ട്, പാണ്ഡ്യനെ അടിക്കുന്നുണ്ട്. പക്ഷെ കളിയിലേക്ക് വരുമ്പോൾ ആ കോൺഫിഡൻസും ആ ഒരു ഇൻറ്റൻറ്റും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സഞ്ജു തന്നെയായിരിക്കും ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരാൻ സാധ്യത. അപ്പോൾ ഇതാണ് നമ്മളെ സൂപ്പർ 8ലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ്റെ അവസ്ഥയും നമ്മളൊരു പ്രഡിക്ഷൻസും. അപ്പോൾ നിങ്ങളെ പ്രഡിക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഫോളോ ചെയ്താൽ നന്ദിയുണ്ടേ.